ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും പ്രചാരണ വിഷയമാക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ സിപിഎം. തന്ത്രി പെരുങ്കള്ളനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. കൊല്ലം വിജിലൻസ് കോടതി വിധിയിൽ അസാധാരണത്വമുണ്ടെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു. ജാമ്യം നൽകിയ വിധിക്കെതിരെ SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. എന്നാൽ മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ജാമ്യഹർജി പരിഗണിക്കവേ കൊല്ലം വിജിലൻസ് കോടതിയിൽ നടന്ന വാദത്തിനിടെയാണ് സർക്കാരിനെതിരെ തന്ത്രി കണ്ഠര രാജീവര് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കേസിൽ സർക്കാർ തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്തതാണ് സർക്കാരിന് തന്നോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നുമായിരുന്നു തന്ത്രിയുടെ ആരോപണം. തന്ത്രിക്ക് ജാമ്യം നൽകിയ ഉത്തരവിലും സർക്കാരിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇതോടെയാണ് കടകംപള്ളിയെയും VN വാസവനെയും രക്ഷിക്കാൻ സർക്കാർ തന്ത്രിയെ കുടുക്കി എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. പ്രചാരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് തന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ CPM-ഉം സർക്കാരും തീരുമാനിച്ചത്. തന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി ആദ്യം രംഗത്തെത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ. തന്ത്രിക്ക് ജാമ്യം നൽകിയ വിജിലൻസ് കോടതി ഉത്തരവിൽ അസാധാരണത്വം സംശയിച്ച് നിയമമന്ത്രി പി രാജീവും രംഗത്തെത്തി. സാധാരണഗതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഏറ്റവും ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീഴ്ക്കോടതി നേരെ ജാമ്യാപേക്ഷയുടെ പരിധിക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു കേസിന്റെ അവസാന വിധി പോലെ പരാമർശങ്ങൾ നടത്തുക എന്നുള്ളത് പതിവുള്ളതല്ല. പിന്നാലെയാണ് തന്ത്രിക്ക് ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ SIT തീരുമാനിച്ചത്. എന്നാൽ തന്ത്രിയുടെ അറസ്റ്റിൽ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മന്ത്രിയെ രക്ഷിക്കാനും തന്ത്രിയെ കുടുക്കാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടെന്ന് രമേശ് ചെന്നിത്തല. ശബരിമല തന്ത്രി അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. ശബരിമല തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. കൊടിക്കുന്നിൽ സുരേഷ് MP തന്ത്രിയെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി കണ്ടു. സന്ദർശനം തന്ത്രിക്ക് പിന്തുണ നൽകാനെന്ന് MP പറഞ്ഞു. കണ്ഠര രാജീവരുടെ അറസ്റ്റ് അന്യായമാണ്, അനീതിയാണ്. അദ്ദേഹത്തെ മനഃപൂർവ്വം കുടുക്കി ജയിലടച്ചിരിക്കുന്നതാണ്. ശബരിമല യുവതി പ്രവേശനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ വൈരാഗ്യമാണ് തീർത്തത്. എന്തായാലും തന്ത്രിയുടെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സജീവമായി നിലനിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.